ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോ ജോ ബൈഡൻ അല്ലല്ലോ അതിന്റെ തലവൻ. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ പിണറായി വിജയന്റെ മുട്ടുവിറയ്ക്കും. ഇവിടെ ജയിക്ക് പറഞ്ഞല്ലോ RSSന്റെ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി. RSSന്റെ അടുക്കളയിൽ പാകം ചെയ്ത് കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആദ്യമായി LK അദ്വാനി വന്നൊരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് CPMന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലയിൽ. അതടക്കമുള്ള പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ RSSന്റെ ഏജന്റ് ആകുമെങ്കിൽ ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. കേരളത്തിലെ ലക്ഷണമൊത്ത ഒരു RSSന്റെ ഏജന്റിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആരാന്നറിയാമോ? KN ബാലഗോപാൽ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മുസ്ലിം സംഘടനകൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്താകെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഈ പ്രസ്താവന പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് പറയാമോ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്? ഇനി ദേശാഭിമാനിയിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചത് ധീരമായ നിലപാടാണ് എന്ന് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ജയിക്കിനെ വെല്ലുവിളിക്കുക, വസ്തുത വെച്ചിട്ട് സംസാരിക്കണം.